കോഴി വളർത്തൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കോഴി വളർത്തൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ കോഴി കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കോഴി വളർത്തൽ മേഖലയെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അധികം കോഴി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷിപ്പനിയെപ്പോലുള്ള ജനങ്ങൾ കേട്ടാൽ വളരെ ഭീതിജനകമായ ഒരു വാർത്തയാണ് പക്ഷിപ്പനി എന്നുള്ളത്. അതെപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആലപ്പുഴയിൽ നിന്നാണ്. അതിന് ഫലപ്രദമായ ഒരു സംവിധാനം കൊണ്ടുവരാൻ ഇതുവരെയും നമ്മളെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അങ്ങനെ ഒരു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. ഭോപ്പാലിൽ പോകണം. ആ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ വ്യാപാരികളുടെയും വ്യവസായികളുടെയും മറ്റ് ഇതര സംഘടനകളുടെയും യോഗത്തിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിച്ചിരുന്നു അതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന്. അത് ഒരുപാട് നാളുകൊണ്ട് കഴിഞ്ഞ സർക്കാർ 10 വർഷമായിട്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഈ മേഖലയിൽ നമുക്കതിനുള്ള ഒരു സംവിധാനം ഒരു സർക്കാരുകളും ഉണ്ടാക്കിയിട്ടില്ല. സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ആഹാരം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, പ്രയാസം ജനങ്ങൾ അറിയുന്നില്ല, സർക്കാർ അറിയുന്നില്ല, മീഡിയകൾ വേണ്ട ശ്രദ്ധ കൊടുക്കുന്നുമില്ല. കോഴിയുടെ അമിതമായ അതിൻ്റെ തീറ്റയുടെ വിലക്കയറ്റവും കോഴിക്കുഞ്ഞിൻ്റെ വിലക്കയറ്റവുമാണ് ഈ വില കൂടാൻ കാരണം. അതിന് സാധാരണക്കാരായ കർഷകരോ കച്ചവടക്കാരോ ഒന്നും അതിൽ ഉത്തരവാദികളല്ല. കോഴി വളർത്തൽ മേഖലയെ കാർഷിക മേഖലയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 1.5 മാസത്തിനിടെ കോഴിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് 500 രൂപയിലധികമാണ് വർദ്ധിച്ചത്. കൂടാതെ 25 രൂപയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ വില 45 രൂപയായി ഉയരുകയും ചെയ്തു. ഇത് കർഷകർക്ക് താങ്ങാനാവാത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 5 ലക്ഷത്തോളം പേർ ഈ മേഖലയെ ഉപജീവനമാർഗമായി കാണുന്നുണ്ട്. കോഴി വളർത്തൽ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളെ പോലെ പോൾട്രി മേഖലയിൽ സർക്കാരിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചാൽ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ, ജനറൽ സെക്രട്ടറി SK നസീർ, ട്രഷറർ R രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.